ഹലോ വ്യൂവേഴ്സ്, വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ മുട്ട കൊണ്ടുള്ള നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 2 സവാള ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ച്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, ഗരം മസാല ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമ്മുടെ ഈ സൈഡ് ഡിഷ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കട്ടെ. അത് മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ പച്ചമുളകും സവോളയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ സവാള വേഗം വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള ഒരുവിധം വഴന്ന് കഴിഞ്ഞു. അതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഈ 2 തക്കാളി ചെറുതായി നുറുക്കിയെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ ചട്ടി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പച്ചമണം മാറട്ടെ. അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ നടുവിൽ കുറച്ച് ഇതുണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഈ മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ 2 മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നമുക്ക് പതുക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി നല്ല ഇതായി കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടത്. ഇപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മുട്ട കൊണ്ടുള്ള കറി റെഡിയായി. ഉപ്പുണ്ടെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.